രോഗികളുടെ അവകാശങ്ങൾ ഊട്ടിയുറപ്പിച്ച് ആശുപത്രികൾക്ക് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ. പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കരുത്. ചികിത്സ കഴിഞ്ഞ് ആശുപത്രി വിടുമ്പോൾ എക്സ്റേ ഉൾപ്പെടെയുള്ള മുഴുവൻ പരിശോധനാ ഫലങ്ങളും രോഗിക്ക് കൈമാറാനും ഹൈക്കോടതി ഉത്തരവ്. രോഗികളുടെ അവകാശങ്ങൾക്കും ചികിത്സാ സുതാര്യതയ്ക്കും മുൻഗണന നൽകണമെന്നും ഹൈക്കോടതി. ആരോഗ്യത്തോടെ ജീവിക്കുകയെന്ന ഭരണഘടനാപരമായ അവകാശത്തിന്റെ ഭാഗമാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനത്തെ ആശുപത്രികൾക്കായി ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഡോക്ടർമാരുടെ യോഗ്യതാ വിവരങ്ങളും ചികിത്സാ നിരക്കുകളും ആശുപത്രികളുടെ പ്രവേശന ഭാഗത്തും വെബ്സൈറ്റിലും ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ പ്രദർശിപ്പിക്കണം. മുൻകൂർ പണമടയ്ക്കാനില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കരുത്. ചികിത്സ കഴിഞ്ഞ് ആശുപത്രി വിടുമ്പോൾ എക്സ്റേ ഉൾപ്പെടെയുള്ള മുഴുവൻ പരിശോധനാ ഫലങ്ങളും രോഗിക്ക് കൈമാറണം. അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗിക്ക് വിദഗ്ധ ചികിത്സ നൽകി നില ഭദ്രമാക്കണം. ആവശ്യമെങ്കിൽ മറ്റൊരിടത്തേക്ക് വിടാൻ ആശുപത്രികൾ തന്നെ കൃത്യസമയത്ത് മുൻകൈയെടുക്കണം. രോഗികൾക്കായി ആശുപത്രികളിൽ പരാതി പരിഹാര സംവിധാനങ്ങൾ ഒരുക്കണം. ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കണം. പരാതികൾ 7 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം. തീർപ്പാക്കാത്ത പരാതികൾ ജില്ലാ അതോറിറ്റിക്ക് വിടണം. പരാതി പരിഹാര സംവിധാനമടക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്ത ആശുപത്രികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ചികിത്സാ നിരക്കുകളടക്കം പ്രദർശിപ്പിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ സ്വകാര്യ ആശുപത്രി ഉടമകളുടെയും IMAയുടെയും അപ്പീലുകൾ തള്ളിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ. പണമില്ലാത്തതിന്റെയോ രേഖകളിലെ സാങ്കേതികത്വത്തിന്റെ പേരിലോ ചികിത്സ നിഷേധിക്കരുതെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. കൂടാതെ ആശുപത്രികളിൽ ഓഡിറ്റ് സംവിധാനങ്ങൾ കാര്യക്ഷമമാകണമെന്നും ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകി. ജനം, കൊച്ചി.